ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കരങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല. കരുതുന്ന സ്നേഹപിതാവാണവൻ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല. കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയം പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടും. കരുതുന്ന സ്നേഹപിതാവാണവൻ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. വേദോസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളാണ് നാം പഠിച്ചു തുടങ്ങിയത്. അതിലിപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുടിയനായ പുത്രന്റെ ഉപമയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഏറ്റവും ലോകപ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉപമയാണ്. ദി പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ, ധൂർത്ത പുത്രൻ. ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ്. ലോകത്തിൽ കേട്ടിട്ടുള്ളതായ, പറഞ്ഞു കേട്ടിട്ടുള്ളതായ ഉപമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഉപമയാണ് മുടിയനായ പുത്രൻ്റെ ഉപമ. നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഒരു ഭാഗത്തേക്ക് വരാനുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആ ഉപമയിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. 2 ഭാഗങ്ങളാണുള്ളത്. 2 ഭാഗങ്ങൾ. ഒന്ന് ഇളയ മകൻ്റെ ധൂർത്തപുത്രൻ്റെതായ മടങ്ങി വരവാണ്. 2 ആൺമക്കളാണ് ഒരപ്പന്.
ഇളയവനും മൂത്തവനും. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇളയവൻ അല്പം തല്ലിപ്പൊളിയാണ്. അവൻ അപ്പൻ്റെ വരുതിയിൽ നിൽക്കാൻ താല്പര്യമുള്ളവനല്ല. ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലേക്ക് ഇറങ്ങി കൂട്ടുകാരുമായിട്ട് മേളിച്ച് അഴിഞ്ഞാടി പറന്ന് നടക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അതിന് ചെലവുണ്ട്. അതിൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് എന്നിട്ട് എനിക്ക് അവകാശമായിരിക്കുന്ന വസ്തു ഇങ്ങ് എഴുതി തരണം എന്ന് നിർബന്ധമായി ചണ്ട കൂടി അടുത്ത് ചെന്നു. അപ്പനത് ചെയ്തു. അവനത് മുഴുവൻ സ്വരൂപിച്ച് വിറ്റ് പണമാക്കിക്കൊണ്ട് പെട്ടിക്കകത്ത് വെച്ചുകൊണ്ട് അവൻ ഇറങ്ങി. ധാരാളം കൂട്ടുകാർ, ആണും പെണ്ണും ഒക്കെ ആയിട്ട്. അവസാനം അത് തിന്നു കുടിച്ചു മുടിച്ചു. വേഗം അങ്ങ് തീർന്നു. സമൃദ്ധിയിൽ കൂട്ടുകാർ ധാരാളം ഉണ്ടായിരുന്നു, പട്ടിണിയിൽ ആരും കൂടെ ഉണ്ടായില്ല. സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനും മദ്യത്തിന് കാശ് കൊടുക്കാനും ഒക്കെ ഇവന്റെ പെട്ടിയിൽ രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ധാരാളം കൂട്ടുകാർ കൂടി മേളിച്ച് നടന്നു. ദൈവമക്കളെ, അവസാനം പെട്ടി കാലിയായി. ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, അവസാനം പട്ടിണി കിടന്ന് വിഷമിച്ചു. പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. അവിടെയും വയറ് നിറച്ചൊന്നും കിട്ടിയില്ല. അവസാനം ഇങ്ങനെ കിടന്നാൽ ചത്തുപോകുന്നവന് മനസ്സിലായി. അവൻ ഇരുന്ന് നിർണായകമായൊരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. അവൻ എഴുന്നേറ്റു. ആ തീരുമാനത്തിന് കാലുവെച്ചു. അപ്പൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ പറയാൻ തീരുമാനിച്ചു, അപ്പ സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു. കൂലിക്കാരിൽ ഒരുത്തനെ പോലെയെങ്കിലും എന്നെ ഒന്ന് കൈക്കൊള്ളണമേ. വിശന്നിട്ടാണ് അവൻ അങ്ങനെ ഓടിച്ചെന്ന് പറയാൻ തീരുമാനിച്ചത്. അവൻ ഓടിച്ചെന്നു. അപ്പൻ ഓടി ഇറങ്ങി വന്നു. സ്നേഹവാത്സല്യത്തോടെ കെട്ടി ചുംബിച്ച് അപ്പനെ അകത്തേക്ക് കൊണ്ടുപോയി. മൃഷ്ടാന്ന ഭോജനം ഒരുക്കി നിർത്തിയിരുന്നതായ, തടിപ്പിച്ച് നിർത്തിയിരുന്നതായ കാളക്കുട്ടിയെ അറുത്തു. വീട്ടിൽ വലിയ ആനന്ദമുണ്ടായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 24 വരെ ആ ഉപമയുടെ ആദ്യത്തെ ഭാഗമാണ്. ധൂർത്തടിച്ച് കൊടും പാപിയായി ജീവിച്ച് ജീവിതം താറുമാറാക്കി കളഞ്ഞതായ മുടിയനായ പുത്രൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് അപ്പൻ്റെ സ്നേഹഭാജനമായ ഒരു മകനായി മാറി. വീട്ടിൽ സന്തോഷമായി. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരു ഉപമ. ആ ഉപമയുടെ രണ്ടാമത്തെ ഭാഗമാണ് 25 മുതൽ 32 വരെ. 15-ാം അധ്യായത്തിൽ ലൂക്കോസ് 15-ന്റെ 25 മുതൽ 32 വരെ ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. 2 മക്കളില്ല. അതിൽ മൂത്ത മകൻ ഈ മുടിയനായ പുത്രൻ മടങ്ങി വന്ന് വീട്ടിൽ സന്തോഷത്തോടെ സ്വീകരിച്ച് വിരുന്നൊരുക്കി എല്ലാവരും ആനന്ദിച്ചതായ സമയത്ത് മൂത്ത പുത്രൻ അവിടെ ഇല്ല. ധാരാളം പറമ്പും പുരയിടവും ഒക്കെ ഉള്ളതായ ധനാഠ്യനായിരിക്കുന്ന ഒരു അപ്പനാണ്. ഈ അപ്പൻ്റെ വയലിൽ പാടത്ത് പണിയെടുക്കാനായിട്ട്, പണിക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ആ പണിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് ഉത്തരവാദിത്വമുള്ളതായ മൂത്ത മകൻ പോയിരിക്കുകയായിരുന്നു. അവൻ തിരിച്ചു വന്നതായ സമയത്ത് ഇവിടെ ഒരാൾക്കൂട്ടം, വലിയ ആനന്ദം, വലിയ സന്തോഷം, വാദ്യനാദങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ദൈവമക്കൾ, വലിയ സദ്യ. ഉടനെ അവൻ ചോദിച്ചു, എന്താ ചോദിച്ചു? വായിച്ചു, തുറന്ന് വായിച്ചു. ബാലിക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. ഇതെന്ത് എന്ന് ചോദിച്ചു. വായിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്തു കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? മൂത്ത മകൻ വയലിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ പതിവല്ലാത്തതുപോലെ കുറച്ച് ആളുകളും വിരുന്നും സൽക്കാരവും വാദ്യമേളങ്ങളും ചിരിയും സന്തോഷവുമാണ്. അകത്ത് കയറിയില്ല, വെളിയിൽ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു, എന്താ ഇവിടെ കാര്യം ചോദിക്കുകയാണ്. അപ്പൊ ഇതാണ് കാര്യം. നിന്റെ അനിയൻ നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നോ? അപ്പന് വലിയ വേദനയായിരുന്നില്ലേ? അന്നു മുതൽ അപ്പൻ വാതുക്കൽ ഇങ്ങനെ മകൻ മടങ്ങി വന്നിട്ടുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അത് നടന്നു.
അന്ന് മുതലേ അപ്പൻ എൻ്റെ മകൻ മടങ്ങി വരും, അതിനു വേണ്ടിയിട്ട് നല്ല കൊഴുപ്പിച്ച് തടിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് വളർത്തിയതായ ഒരു കാളക്കുട്ടി ഉണ്ടായിരുന്നു. അതിനെ അറുത്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും വേലക്കാരാണെന്ന് നോക്കിയില്ല, സമൃദ്ധിയായിട്ട് തന്നു. അതിൻ്റെ ആനന്ദത്തിൻ്റെ തിമിർപ്പിലാണ് എല്ലാവരും എന്ന് പറഞ്ഞു. 15-28. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. അതിൻ്റെ മർമ്മം നിങ്ങളൊന്ന് മനസ്സിലാക്കും. മുടിയനായ പുത്രൻ്റെ കാര്യം നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. കള്ളും കുടിച്ച് വേശ്യമാരോടുകൂടി തിന്നു കുടിച്ച് സുഖിച്ച് തോന്നിവാസം, അപ്പൻ്റെ സ്നേഹമുള്ള ഹൃദയം പിച്ചി ചീന്തി ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും മട്ടുകുറ്റി കുടിച്ചുകൊണ്ട് നടന്നതായി ഒരു തല്ലിപ്പൊളിയനായ ചെറുക്കൻ തിരിച്ചു വന്നു. പാപിയുടെ മാനസാന്തരം നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ഇവിടെ അതല്ല. മൂത്തപുത്രൻ അങ്ങനെയല്ല. അവൻ വീട്ടിനകത്ത് തന്നെയാണ്. അവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല, വേശ്യമാരോടുകൂടി തിന്നു കുടിക്കാൻ ഞാൻ പോയിട്ടില്ല. എല്ലാം പറഞ്ഞത് സത്യമാണ്. അവൻ പ്രകടമായ പ്രവൃത്തിയിലുള്ളതായ പാപത്തിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ മുടിയനായ പുത്രന്റെ ഉപമ രണ്ടായിട്ട് കർത്താവ് അവതരിപ്പിക്കാൻ കാരണം, ഒന്ന് പ്രകടമായ പ്രവൃത്തിയിൽ തെറ്റുപറ്റിയതായിരിക്കുന്ന വ്യക്തികളുടെ പ്രകടമായിരിക്കുന്ന മാനസാന്തരവും മടങ്ങി വരും. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായൊരു തെറ്റും വളരെ സങ്കടകരമായ ഒരു ഭവിഷ്യത്തുമാണ് മൂത്തപുത്രൻ. അവൻ ഇതിനൊന്നിനും പോയിട്ടില്ല. വേശ്യമാരോട് തിന്നു കുടിക്കാൻ പോയിട്ടില്ല, കള്ളു കുടിക്കാൻ പോയിട്ടില്ല, കൂട്ടുകാരോട് മേളിച്ച് നടന്നിട്ടില്ല. അപ്പൻ്റെ വരുതിയിൽ പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അച്ചട്ടായിട്ട് നോക്കി എല്ലാ ദിവസവും വീട്ടിൽ വന്ന് സമാധാനത്തോടെ കഴിയുന്ന ഒരു മകൻ. പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ഉപമ അവസാനിക്കുമ്പോൾ ചീത്തതായ ഇളയ മകൻ ധൂർത്തപുത്രൻ, മുടിയനായ പുത്രൻ വീട്ടിനകത്ത് ഒരു കൽപ്പനയും ലംഘിക്കാതെ അപ്പനെ അനുസരിച്ച് വേണ്ടാധീനത്തിനൊന്നും പോകാത്തതായ മൂത്തപുത്രൻ വീടിന് വെളിയിൽ. ഉപമ അവസാനിച്ചു. ദൈവമക്കളെ, ഒരിക്കൽ നമ്മുടെ ജീവിതം അവസാനിക്കും. വ്യക്തിപരമായി ഞാൻ മരിക്കും, അല്ലെങ്കിൽ കർത്താവ് രണ്ടാമത് വരും. ജീവിതയാത്ര അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതയാത്ര എങ്ങോട്ടാണ്? സ്വർഗ വീട്ടിലേക്കാണ്. 2 വാസസ്ഥലങ്ങളെ, നിത്യവാസസ്ഥലങ്ങളെ ഉള്ളൂ. എല്ലാവരും ഒന്ന് കേട്ടെ. 2 നിത്യവാസസ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് നിത്യസ്വർഗം, സ്വർഗ വീട്. 2 നിത്യ നരകം, തീപ്പൊയ്ക. ഈ തീപ്പൊയ്കയിൽ പോയത് നല്ലവനായി ജീവിച്ചതായ മുടിയൻ പുത്രന്റെ മൂത്ത സഹോദരനാണ്. ചീത്തയായിട്ട് ജീവിച്ചതായ മുടിയൻ പുത്രൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചീത്തയായിട്ട് ജീവിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ കാര്യം. പ്രവൃത്തിയിലും പ്രകൃതിയിലുമുള്ളതായ പാപത്തിന്റെ ഉടമകൾ 2 കൂട്ടരും മാനസാന്തരപ്പെടണം. ഞാനൊക്കെ നല്ല വെള്ള കളിച്ച് നടന്നവരാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അനിയൻ മടങ്ങി വന്നു, വീടടക്കം ആനന്ദിച്ചു. അപ്പൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, മടങ്ങി വന്നു, എനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു, സന്തോഷിക്കുക, ആനന്ദിക്കുക, തിന്നുക, കുടിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ മൂത്ത മകൻ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ. മൂത്ത മകൻ 28ാമത്തെ വാക്യത്തിൽ അവൻ കോപിച്ചു. എന്താണ് അവന്റെ പ്രകൃതി? അവന്റെ സ്വഭാവം എന്താണ്? അത് എന്തൊരു പൈശാചികമായ ഒരാളത്വമാണ്. ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, നല്ല വെള്ള ചവഞ്ഞ് നടക്കുന്ന അനേകർ സ്വർഗത്തിൽ കാണുമെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. പാപമില്ലാത്തതായ പാപപ്രകൃതി ഇല്ലാത്ത ഒരു വ്യക്തിയുമില്ല. ഏത് വ്യക്തിക്ക് മാനസാന്തരം ആവശ്യമാണ്. അവൻ കോപിക്കുകയാണ് ചെയ്തത്. അവന്റെ പ്രകൃതി അതാണ്. ഞാൻ അതിന്റെ മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. യുവത്വത്തിന്റെ തിളപ്പിൽ നിൽക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പൈശാചികൻ നിങ്ങളെ തോൽപ്പിക്കുന്ന പ്രധാനപ്പെട്ടതായ ഒരു രംഗമാണ് കോപം. ആരോടുന്നില്ല, കൂട്ടുകാരോട് കോപിക്കും, അയൽവാസികളോട് കോപിക്കും, മാതാപിതാക്കന്മാരോട് കോപിക്കും. ദൈവമക്കളെ, എന്തോ ഒരു മക്കളുടെ കോപത്തിന്റെ ചില വേദനാജനകമായ ഭവിഷ്യത്തുകൾ കണ്ട് അനുഭവിച്ചതായ മാതാപിതാക്കന്മാര് ദൈവമക്കളെ നേരിട്ട് സംസാരിക്കാൻ ഇന്നും ഓർക്കുന്നു. സാറേ, എൻ്റെ മകന്റെ ജീവിതത്തിൽ രാവും പകലും പോലൊരു മാറ്റം വന്നു.
അപ്പന്റെ അമ്മയെ ചവിട്ടി വീഴിക്കുന്നു, വാതിൽ ചവിട്ടി പൊളിക്കുന്നു. ഇന്നവൻ ആ കാലുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ജോലിയുണ്ട്. ദൈവമക്കളെ, ഇതാ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ കോപിക്കുകയല്ലല്ലോ വേണ്ടത്, മടങ്ങി വന്നപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? കോപം എങ്ങനെയുണ്ട്? വാശി എങ്ങനെയുണ്ട്? എടുത്തിയാട്ടം എങ്ങനെയുണ്ട്? ശാന്തതയാണോ നിങ്ങളുടെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത്? സൗമ്യതയാണോ? ദീർഘക്ഷമ സ്നേഹത്തിന്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദീർഘക്ഷമയുണ്ടോ നിങ്ങൾക്ക്? ദൈവമക്കൾ, ഒരിക്കലും കോപിക്കരുത്. ഞാൻ പറയും, ഞാൻ കോപത്തെ മുഴുവൻ ജയിച്ച വ്യക്തിയാണെന്നും പറയുന്നില്ല. പക്ഷേ ഒത്തിരിയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവൻ കോപിച്ചു. എന്തിനാ കോപിച്ചത്? നിങ്ങളും ചിന്തിച്ച് നിങ്ങളുടെ മറുപടി പറഞ്ഞു. എന്തിനാ കോപിച്ചു? അനിയൻ മടങ്ങി വന്നേനോ? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ദീർഘമായി പറയുകയാണ്, എൻ്റെ കേമം കാലമായി നിന്നെ സേവിച്ച് ഞാൻ വരുന്ന കൽപ്പന ഒന്നും ലംഘിച്ചിട്ടില്ല. നിന്റെ മകനെ പോലെ വേശ്യമാരോട് തിന്നു കുടിക്കാൻ തോന്നിവാസം നടക്കാൻ ഞാൻ പോയിട്ടില്ല. ഈ നിന്റെ മകൻ ആരാത്? ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതായ 2 പിള്ളേരല്ലേ? എൻ്റെ സഹോദരൻ എന്നല്ല പറഞ്ഞു, ഈ നിന്റെ മകൻ. ഇന്ന് കുടുംബങ്ങൾ കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഒരമ്മ പെറ്റ മക്കളാണ്, പക്ഷേ സഹോദരന്മാരല്ല. ഒരു വീട്ടിലാണ്. നിങ്ങളൊക്കെ തമ്മിൽ ഒരു മനസ്സാണോ മക്കളെ? സ്നേഹമാണോ? ഇവൻ അനേക കൽപ്പനകൾ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ ഏറ്റവും വലിയ കൽപ്പന ലംഘിച്ച വലിയ പാപിയാണ്. ഏറ്റവും വലിയ കൽപ്പന ലംഘിച്ചതായ വലിയ പാപി ഏതാ? നിങ്ങളെന്ന് പറഞ്ഞു, ഏതാ ഏറ്റവും വലിയ കൽപ്പന? പാപം എന്ന് പറയുന്ന കൽപ്പന ലംഘനമാണ്. കർത്താവിനോട് ഒരിക്കൽ ചുറ്റും നിന്ന് ഒരു ശിഷ്യന്മാരെ കൊണ്ട് ചോദിച്ചു, നീ അനേക കൽപ്പനകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, ലോകത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? ഏതാ? മത്തായിയുടെ സുവിശേഷം 22 എടുത്തി. മത്തായിയുടെ സുവിശേഷം 22:32-36 മുതൽ. ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. ഏത് കൽപ്പനയാണ് ഗുരു വലുത്? ഗുരു എന്ന് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ഗുരു എന്ന് അംഗീകരിച്ചുകൊണ്ടാണ്, എൻ്റെ ഗുരുവാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിനക്കറിയാം, ന്യായപ്രമാണം മുഴുവൻ അറിയാം. പക്ഷെ ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചു. അയച്ചു. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. ഏറ്റവും വലിയ കൽപ്പന 2 ഒന്ന്, ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. തീർന്നില്ല. അടുത്ത വാക്യം. രണ്ടാമത്തേത് അതിനോട് സമം. രണ്ടാമത്തേത് ആദ്യത്തെ കൽപ്പനയോട് തന്നെ സമം. ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നതിനോട് തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഏതാണത്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കർത്താവ് വീണ്ടും വിശദീകരിക്കുന്ന വാക്കുകൾ വായിച്ചേ. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒന്നിച്ച് കൂട്ടി അരച്ച് ഒരു കാപ്സ്യൂൾ പോലെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് സ്നേഹമെന്നാണ്. വേദപുസ്തകത്തിന്റെ ആകെ തുക എന്താണ്? വേദപുസ്തകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകെ മർമ്മം ഒറ്റ വാക്കിൽ സാറിനൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും, സ്നേഹം. സ്നേഹം. അതിനേക്കാൾ വലിയ യാതൊന്നുമില്ല. കാരണം എൻ്റെ പൊന്നു കർത്താവിൻ്റെ പേര് സ്നേഹമെന്നാണ്. യോഹന്നാൻ പറയും, ദൈവം സ്നേഹമുള്ള ആളെന്നല്ല പറയുന്നത്, ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല പറയുന്നത്. പിന്നെ എന്താ? ദൈവം സ്നേഹം ആകുന്നു. ഗോഡ് ഈസ് ലവ്. ഞാൻ അല്പം ഗൗരവത്തോടെ നിങ്ങളോട് പറയുകയാണ്, സ്നേഹം മാത്രമായിരിക്കുന്ന ദൈവം, ദൈവത്തിന്റെ പേര് സ്നേഹമെന്നാണ്. പക്ഷേ ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് കുരിശു വരച്ച് കുർബാന കണ്ടും കുർബാന അനുഭവിച്ചും പെരുന്നാൾ ആഘോഷിച്ചും നടക്കുന്നതായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളിൽ ആകെ പ്രകടമായിരിക്കുന്ന വഴക്കാണ്. ദൈവമക്കളെ, ഇന്ന് ദൈവാലയങ്ങളിൽ യുവാക്കന്മാരില്ല. എന്നോടൊരു തിരുമേനി വേദനയോട് പറഞ്ഞാണ്, ഒരു 10-20 വയസ്സിൻ്റെ അടുത്തുള്ളതായ ഒരുത്തനെ പോലും പള്ളിയിൽ കാണില്ലല്ലോ. യുവതലമുറയെ പൊതുവെ തല്ലിപ്പൊളിയന്മാര്,
പ്രേമിച്ച് അഴിഞ്ഞാടി നടക്കുന്നവര്, ഫോണിന്റെ പിന്നാലെ പോകുന്നവർ, ബ്ലൂ ഫിലിം കാണുന്നവരെന്ന് ലുക്ക് ഡൗൺ ചെയ്യുമ്പോൾ അവജ്ഞയോടെ അനേക യുവാക്കന്മാര്, ഇന്നത്തെ യുവതലമുറ എന്ന് പറഞ്ഞത് തല്ലിപ്പൊളിയന്മാര്. ദൈവങ്ങളെ, ലജ്ജാകരമായിരിക്കുന്ന രംഗത്തല്ലേ ഇന്ന് ക്രിസ്തീയ സഭ നിൽക്കുന്നത്. കോടതി പോലും മടുത്തു. ഈ കുരിശര ക്രിസ്ത്യാനികളെ കൊണ്ട് പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. കുർബാന തൊഴിലാളികൾ തമ്മിലുള്ള വഴക്ക്, ഇതൊക്കെ ആരാ പറയിപ്പിച്ചത്? അതിന്റെ മധ്യത്തിൽ ഈ യുവാക്കന്മാരിൽ വെല്ലുവിളിയായി നിൽക്ക്. വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും ദീപശക പിടിച്ചുകൊണ്ട് നടക്കുന്ന ദൈവമക്കളായി മാറുക. കോപിക്കാൻ കിട്ടുകയില്ല, പ്രേമിക്കാൻ കിട്ടുകയില്ല. കുടുംബജീവിതം തെറ്റൊന്നുമല്ല, വിവാഹ ജീവിതം തെറ്റൊന്നുമല്ല. ഞങ്ങളും സന്തോഷപ്രദമായിരിക്കുന്ന കുടുംബജീവിതം നയിക്കുന്നവരാ. ഞാൻ എൻ്റെ കൂട്ടായ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രംഗം ഞാനും എൻ്റെ ലീലയും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഒരു ജീവിതമാണ്. എല്ലാം തികഞ്ഞതായിട്ടൊന്നുമല്ല നിങ്ങളോട് പറയുന്നത്. ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഭാവിയുണ്ട്. തല്ലിപ്പൊളിയന്മാരായിട്ട് നടക്കേണ്ടതല്ല, അഴിഞ്ഞാടി നടക്കേണ്ടവരല്ല. കൊച്ചുകുട്ടികളും കൂടെ കേട്ട് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങണം. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം, സംസ്കാരം കൂടണം. താണ നിലവാരത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ കോപിച്ചു ഇല്ല. യുവാക്കന്മാര്, ദൈവത്തിന് വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് ഈ വലിയ കൽപ്പന നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത്. ഇങ്ങോട്ട് ആരും പറയട്ടെ, ഇങ്ങോട്ട് എന്തെല്ലാം തറുതല പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പറയാൻ കിട്ടുകയില്ല. ഉറപ്പാകും, നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ അത്ഭുതപ്പെടും. നിനക്ക് എങ്ങനെയാ മാറ്റം വന്നേ? നീ എന്ത് മിണ്ടാത്തത്? ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയതായിരിക്കുന്ന അനേക ആളുകളെ എനിക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പോയി ദൈവത്തിൻ്റെ വചനം കേട്ടു. തറുതല പറയരുത്. ഇങ്ങോട്ട് അടിച്ചാലും മറ്റേ കവിള് കാണിച്ചു കൊടുക്കാനാണ്, അങ്ങോട്ട് അടിക്കാനല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അങ്ങനെ കല്ലെറിയുന്ന സമയത്ത് സ്തെഫാനോസ് ഇങ്ങനെ മുട്ടിന്മേൽ എഴുന്നേറ്റിക്കാൻ വിഷമമുണ്ട്. മുട്ടിന്മേൽ എഴുന്നേറ്റിരിക്കാതെ പിന്നെയും വേച്ചു വീഴും. കാരണം പിന്നെ കല്ല് വരികയാണ്. പിന്നെ മുട്ടുമേൽ ഇവൻ എന്നാ ചെയ്യാനാണ് ഈ മുട്ടുമേൽ നിൽക്കുന്നത്, നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് കഴിയുമ്പോഴേക്കും കൈകൂപ്പി. ഞാൻ ഭാവനിൽ പറയുകയാണ്, എന്നെ ഈ കല്ലെറിയുന്നവരോ ക്ഷമിക്കണമേ, എന്നെ ഈ കല്ലെറിയുന്നവരോ ക്ഷമിക്കണമേ. ദൈവമക്കളെ, അത് പ്രസംഗമൊന്നുമല്ല, ആ ഒരൊറ്റ പ്രാർത്ഥന. കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ മുഴുവൻ സുവിശേഷത്തിന്റെ ജ്വാല കൊണ്ട് ജ്വലിപ്പിച്ചതായ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ ശൗലായിരുന്നു കല്ലെറിയുമ്പോൾ. ആ ശൗല് പൗലോസായി മാറാൻ കാരണം ഒരൊറ്റ പ്രാർത്ഥനയാണ്, സ്നേഹത്തിന്റെ ഒരു വാക്ക്. ഇവരോ ക്ഷമിക്കണമേ. നിങ്ങൾക്കതിന് നിന്നുകൂടെ? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനത് പറയുന്നു? അനേക കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്. അനിയൻ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. കാരണം ഇവന്റെ വീതം ഉണ്ടായിരുന്ന മുഴുവൻ കൊണ്ടുപോയില്ലേ. ഇനിയിപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്ക് എനിക്ക് കിട്ടേണ്ട വീതം കൂടെ ഇവന് ഇനി അപ്പം വല്ലതും കൊടുത്തെങ്കിലോ? എന്തൊരു അസൂയാവഹമായിരിക്കുന്ന ചിന്തകളാണ്. റെയ്നാഡ് കിബിൻ എന്ന് പറയുന്ന ഒരാള് പറഞ്ഞു, വാസ്തവത്തിൽ ഈ ഇളയ മകൻ ഇറങ്ങിപ്പോകാൻ കാരണം ഈ മൂത്ത മകൻ്റെതായ പ്രകൃതിയാണ്. സ്നേഹം കിട്ടിയിട്ടില്ല, മൂത്ത ആളാണ്. ഒരു സ്നേഹത്തിന്റെ കണികയുള്ള വാക്ക്, ഒരു ചിരി ചേട്ടനിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇറങ്ങിപ്പോകാനുള്ള കാരണം അതാണ്. എന്നാൽ ദൈവമക്കളെ, ഈ മൂത്തതായ നല്ലപിള്ള ചമയുന്നായ വ്യക്തി സ്വയം നീതീകരിക്കുകയാണ്. ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്, സ്വയം നീതീകരിക്കുകയാണ്. ഞാൻ ഈ നിൽക്കുന്ന ഇവനെ പോലെ വേശ്യമാരോട് തിന്നു കുടിക്കാൻ ഞാൻ പോയിട്ടില്ല, മദ്യപിക്കാൻ ഞാൻ പോയിട്ടില്ല, ഞാൻ നല്ലവനാണ്. ദൈവമക്കളെ, ഇവൻ മൂത്തവൻ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ ഈ അനിയൻ നല്ല പറയുന്നത്, ഈ നിന്റെ മകൻ ചീത്തയാണ്, ഞാൻ നല്ലവനാണ്. പക്ഷെ നിങ്ങൾക്ക് മടങ്ങി വന്ന് സ്വർഗസന്തോഷം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ചീത്തയാണെന്ന് പറയണം. മുടിയനായ ഉത്തരം എന്താ പറഞ്ഞത്? അപ്പാ, സ്വർഗത്തോട് നിന്നോട് വിരോധമായി ഞാൻ പാപം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. ആരും പുണ്യവാളന്മാരില്ല, ഈ പ്രസംഗിക്കാൻ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ. ഞാനിവിടെ വെള്ള ഷർട്ടൊക്കെ ധരിച്ച് ഇവിടെ നിന്ന് വേദോത്സവം പറഞ്ഞിരുന്നുണ്ട്. എന്നേക്കാൾ ഹൃദയശുദ്ധിയുള്ള എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിൽ കാണും? എന്നേക്കാൾ വിനയമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ആക്കി, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു. ഞാൻ കേമനായോ?
ഞാൻ ദൈവസന്നിധി ചെല്ലുമ്പോഴേക്കും മഹാഭാവി എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം. അതിനകത്ത് ഒരു ചുങ്കക്കാരൻ്റെയും പരീശന്റെ കാര്യം പറയുന്നുണ്ട്. ഈ മൂത്ത സഹോദരൻ വാസ്തവത്തിൽ പരീശനാണ്, സ്വയം നീതിക്കാരനാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ജെ.എൻ. ഡാർബി എന്ന് പറയുന്നതായ ഒരു വേദശാസ്ത്ര പണ്ഡിതൻ, ജെ.എൻ. ഡാർബി, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. സ്വയം നീതീകരിക്കുന്നവന് സ്വർഗസന്തോഷം അനുഭവിക്കാൻ യോഗ്യതയില്ല. സ്വയം നീതീകരിക്കുന്നവൻ, ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മര്യാദക്കാരനാണെന്ന് തോന്നരുത്. ഏത് കാര്യത്തിനകത്താ ഉള്ളേ? നിന്റെ കണ്ണ് ചൊവ്വാണോ? നിന്റെ നാക്ക് ചൊവ്വാണോ? ഈ കുരിശു വരയ്ക്കുന്ന കരം വിശുദ്ധിയുള്ളതാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ട് ചലിക്കുന്നത്? നിന്റെ ആളത്വത്തിന് കേന്ദ്രമായിരിക്കുന്ന ഹൃദയം കർത്താവായ യേശുക്രിസ്തു വസിക്കുന്ന നിർമ്മല ഹൃദയമാണ്. എന്തെല്ലാം പെണ്ണിനെയും എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ വെച്ച് പൂജിക്കുന്ന ഒരു അന്തരംഗമാണ് ഉള്ളത്. പുറമെ പള്ളിഭക്തനായിട്ടും വെള്ളവസ്ത്രം ധരിച്ചും ഒക്കെ നടക്കാം, ശരിയാണ്, കൂട്ടായ്മക്കാരനായിട്ട് നടക്കാം. പക്ഷെ അകം കാണുന്നൊരു ദൈവമില്ലേ? ഐ വാണ്ട് ടു ബി ഹോളി ഇൻസൈഡ്. ഞാൻ 100 വട്ടം രക്തമാർന്നു നിൽക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഈ ചങ്കുവാസത്തിൽ ഇങ്ങനെ കീറിയിട്ട് അരുമനാഥത്തിന്റെ രക്തമാർന്നു നിൽക്കുന്ന ക്രൂശിനോട് അങ്ങോട്ട് പറ്റിച്ചേർന്ന് നിൽക്കും. ഈ ഭാഷയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊന്നു കർത്താവേ, ഞാൻ എൻ്റെ ചങ്ക് തൊട്ട് നിന്നോടൊരു കാര്യം അപേക്ഷിക്കുകയാണ്. ഐ വാണ്ട് ടു ബി ഹോളി ഇൻസൈഡ്. ആരും കാണണമെന്നില്ല. കുറച്ചാൾ കഴിയുമ്പോഴേക്കും എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ലാണ്ട് വരില്ലേ? പലയിടത്ത് വന്ന് ഒതുങ്ങിക്കേണ്ടി വരില്ലേ? എങ്ങനെയാണെന്ന് എനിക്കറിയാമുള്ള വാർദ്ധക്യം. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷെ എനിക്കൊരു ചങ്കുണ്ടല്ലോ, ഞാനൊരു അകത്ത് ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യനുണ്ടല്ലോ. അതിനെ സമ്പൂർണ്ണ വിശുദ്ധിയോടെ ഒന്ന് കാത്തു സൂക്ഷിക്കാൻ ദൈവമേ നിനക്ക് കഴിയില്ലേ? ദൈവത്തിൻ്റെ ഒരു കാര്യം അസാധ്യമല്ലല്ലോ. നിങ്ങൾ വക്രതയും കോട്ടവും നിറഞ്ഞതായി തലമുറയുടെ മധ്യത്തിൽ അനിന്ദരും പരമാർത്ഥികളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്ക മക്കളുമായി ശോഭിക്കണം. നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം നിങ്ങളെ വാലല്ല തലയാക്കും. യു വിൽ ബി അറ്റ് ദി ടോപ്പ്, നോട്ട് അറ്റ് ദി ബോട്ടം. ഞാൻ വായിച്ചത് ചുങ്കക്കാരൻ്റെ പരീശന്റെ കാര്യമാണ്. ചുങ്കക്കാരനും പരീശനും. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പലിന് സമം വൃത്തികെട്ടവനാണ്. മറ്റുള്ളവരുടെ കാശ് തട്ടിപ്പറിച്ച് മുതലുണ്ടാക്കുന്നതായ ഒരു ടാക്സ് കളക്ടറാണ് ചുങ്കക്കാരൻ. എവിടെയുണ്ട് ദർ ഇസ് എ മോസ്റ്റ് ഹേറ്റഡ് മാൻ ഇൻ ദാറ്റ് ഏരിയ. ഒരു സ്ഥലത്തൊരു ചുങ്കക്കാരനുണ്ടെന്ന് പറഞ്ഞാൽ, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരു ചുങ്കക്കാരനുണ്ട്, ഒരു ഓഫീസറുണ്ടെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ മോസ്റ്റ്, എല്ലാവരും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വൃത്തികെട്ടതായ ഒരു ദ്രവ്യാഗ്രഹിയാണ്. അദ്ദേഹം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. ആ കൂട്ടത്തിൽ പള്ളിഭക്തനായിരിക്കുന്ന, പള്ളിയുടെ ഉത്തരവാദിത്വമുള്ളതായ ഒരു പരീശൻ, ചിലപ്പോൾ സന്നിധി സംഘത്തിന് അംഗമായിരിക്കും, പള്ളിയിലെ വായും തൂണും അൽപ്പാനും ഒക്കെ ആയിരിക്കും. എന്നാൽ ദൈവമക്കളെ, രണ്ടുപേരും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒരാൾ എന്താ പറഞ്ഞത്? വായിച്ചേ. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട്, പരീശൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവത്തോടല്ല, തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ, ദുഷ്പ്രവർത്തിക്കാരില്ലേ, വ്യഭിചാരികളില്ലേ, കൊലപാതകന്മാരില്ലേ, മോഷ്ടാക്കളില്ലേ, അങ്ങനെയുള്ളവരെ പോലെ ഒന്നും അല്ല നിന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന പരീശനായിരിക്കുന്ന ഞാൻ. ദൈവാലയത്തിൽ കർത്താവായി യേശു പറഞ്ഞ വാക്കുകളാ, യേശു പറഞ്ഞ വാക്കുകളല്ല. പിന്നെ അവൻ പുറകോട്ടൊന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അടുത്ത വാക്യം, ഈ ചുങ്കക്കാരനെ പോലെയോ. ഈ പുറയിലൊരുത്തൻ നിപ്പുണ്ടല്ലോ, വൃത്തികെട്ട ഒരുത്തൻ, ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യം പറഞ്ഞത് മുഴുവൻ. വേശ്യാവൃത്തിക്ക് പോയിട്ടില്ല, കൊലപാതകത്തിന് പോയിട്ടില്ല, തമ്മിത്തെല്ലാം പോയിട്ടില്ല, ആരുടെയും പണം അപഹരിച്ചെടുത്തിട്ടില്ല. അങ്ങനെയുള്ള വൃത്തികെട്ടതായ ചുങ്കക്കാരനെ പോലെ അല്ലായിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത വാക്ക്, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. അതെ, ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൈവത്തിന് സ്തോത്രം. ഞാൻ പസാരം കൊടുക്കുന്നവനാണ്, പള്ളിയിൽ പോകുന്നവനാണ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്, മോഷ്ടിക്കാത്തവനാണ്, കൊലപാതകം ചെയ്യാത്തവനാണ്, വ്യഭിചാരം ചെയ്യാത്തവനാണ്. ഈ നിൽക്കുന്ന പുറയിൽ നിൽക്കുന്ന ഈ വൃത്തികെട്ട ചുങ്കക്കാരനെ പോലെ ആരുടെയും പണം തട്ടിയെടുക്കാത്തവനാണ്. അതുകൊണ്ട് ഞാൻ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ പ്രാർത്ഥന നിർത്തി. പുറയിൽ ഒരു ചുങ്കക്കാരൻ നിൽപ്പുണ്ട്, പണം തട്ടിപ്പറിച്ച് അന്യാധീനമായി സമ്പാദിച്ച് മദ്യപിച്ച് ലഹരി പിടിച്ച് തോന്നിവാസം നടന്നതായ ഒരു ചുങ്കക്കാരൻ, വൃത്തികെട്ടവൻ, ദി മോസ്റ്റ് ഹേറ്റഡ് മാൻ, എല്ലാവരും വെറുക്കുന്ന ഒരുത്തൻ. ദൈവസന്നിധിയിലേക്ക് നോക്കാൻ പോലും യോഗ്യതയില്ലാതെ അല്പം പുറകോട്ടങ്ങ് വലിഞ്ഞു മാറി നിന്നുകൊണ്ട് എന്ത് പറഞ്ഞു?
ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. നിങ്ങളത് കേട്ടോ? ദൈവമേ, എൻ്റെ പൊന്ന് ദൈവമേ, ഞാൻ കൊട്ടും പാപിയാണ്. ഞാൻ അതിവിശ്വ സ്ഥലത്തിന്റെ അടുത്തേക്കൊന്നും ഞാൻ മന്നില്ല. ഞാൻ പേടിച്ച് പുറകോട്ട് പറഞ്ഞു, ദൈവമേ, ഈ വൃത്തികെട്ട കൊടുമ്പാവിയായ എന്നോടൊന്ന് കരുണ തോന്നണമേ, ഒന്ന് കരുണ തോന്നണമേ. ചോദിക്കാൻ യോഗ്യതയില്ല. ഒരു നല്ല മനുഷ്യനും ദൈവാലയത്തിൽ, ഒരു ചീത്ത മനുഷ്യനും ദൈവാലയത്തിൽ. നല്ല മനുഷ്യൻ അദ്ദേഹം ചെയ്തതായ നന്മകൾ മുഴുവൻ പറഞ്ഞിട്ട് ഈ നിൽക്കുന്നവനെ പോലെ ഞാൻ അല്ല, ഞാൻ കുറെ കൂടെ നല്ലവനാണെന്ന് പറഞ്ഞു. പാവി, കൊടുമ്പാവിയായിരിക്കുന്ന ചുങ്കക്കാരൻ, ഞാൻ വൃത്തികെട്ട നീച പാവിയാണ്, സ്വർഗത്തിലേക്കൊന്ന് നോക്കാൻ പോലും യോഗ്യതയില്ലാതെ തല കുമ്പിട്ടുകൊണ്ട്, മഹാഭാവിയ എന്നോടൊന്ന് കരുണ കാണിക്കാമോ ദൈവമേ എന്ന് കെഞ്ചിയാ വീട്ടു. പിന്നെ കർത്താവ് അവസാനം അത് സമാപനം എന്താ പറഞ്ഞത്? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ആ വൃത്തികെട്ട ചുങ്കക്കാരൻ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ സ്വർഗം നീതീകരിച്ചു. യു ആർ ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി. മകനെ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, സ്വർഗഭണ്ഡാരം തുറന്ന സർവ്വ നന്മകളാലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ പാപക്കറകൾ മുഴുവൻ കഴുകി തന്നിരിക്കുന്നു, സൗജന്യമായി നിന്റെ പാപങ്ങളെ മുഴുവൻ ഞാൻ മോചിച്ചിരിക്കുന്നു. യു ആർ ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി ആസ് ഇഫ് യു ഹാവ് കമ്മിറ്റഡ് നോ സിൻസ് വാട്ട്സെവർ. നീതീകരിക്കപ്പെട്ടവനായി ദൈവാലയം വിട്ടുപോയി. അടുത്ത വാക്കെന്താ? മറ്റവൻ അങ്ങനെയല്ല. മറ്റവന് നീതീകരണം കിട്ടിയില്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ദൈവമക്കളെ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? വൃത്തികെട്ടവനും നല്ലവനുമായ രണ്ടുപേരെ ദൈവാലയത്തിൽ വന്നു. നല്ലവനെന്ന് അഹങ്കരിച്ചതായ വ്യക്തി നരകത്തിലേക്ക് പോയി. മുഴുവൻ ചീത്തയാണ്, കരുണ കാണിക്കണമേ എന്ന് കണ്ണുനീരോടെ തകർന്ന് അപേക്ഷിച്ചതായ വ്യക്തി ഇപ്പോൾ സ്വർഗത്തിലാണ്. നിങ്ങൾക്ക് എവിടെ പോകണം? നല്ലവളെ ചവഞ്ഞ് നടക്കരുത്. മഹാഭാവിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ചെല്ലണം. മൂത്തപുത്രന്റെ അടുക്കിലേക്ക് അപ്പൻ ഇറങ്ങിച്ചെന്നു. അപ്പന്റെ സ്നേഹം. ഇളയമകൻ വന്നപ്പോൾ ഓടിച്ചെന്ന അതേ കാലുകളുമായി, ആലിംഗനം ചെയ്ത അതേ കൈകളുമായി അപ്പൻ മൂത്ത മകന്റെ അടുത്തേക്കും ഇറങ്ങിച്ചെന്നു. മകനെ കയറി വരാൻ പറഞ്ഞു. മൂത്ത മകനോട് കയറി വന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ പറഞ്ഞു. അഹങ്കാരിയായിരിക്കുന്ന ആ മറുതലിക്കുന്ന ആ വ്യക്തി കടന്നു വന്നില്ല. മുടിയനായ പുത്രൻ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി. ഉപമ അവസാനിക്കുമ്പോൾ നല്ലവനെന്ന് നടിച്ചു നടന്നായ മൂത്തപുത്രൻ വെളിയിൽ. സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഒരു പാപം വെച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഒക്കെയില്ല. പാപം മോചിക്കുന്നതിന് എനിക്ക് കഴിവില്ല, നിങ്ങൾക്കും കഴിവില്ല. ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ പാപമോചന അധികാരമുള്ളൂ. അത് പാപമോചനത്തിന് വേണ്ടി രക്തം ചിന്തി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം. ആ യേശുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും യേശുവിൻ്റെ ചെവി സന്തോഷിക്കുന്ന ശബ്ദം മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നാണ്. പാപമുള്ള ദൈവമക്കളുണ്ടോ? ക്രൂശിൻ ചോട്ടിലേക്ക് വന്ന ഇപ്പോൾ നന്ദിയോടെ സ്തോത്രം. ഒരു പ്രസംഗം കേട്ടേച്ചും പോയിന്റുകൾ കുറിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ വിളിച്ചു കൂട്ടിയത്. ഞാനും ഇന്ന് ദൈവത്തോട് പലവട്ടം പ്രാർത്ഥിച്ചു. ഇന്ന് സ്വർഗം ശുശ്രൂഷ ഏറ്റെടുക്കണം. ഇന്ന് മുടിയൻ പുത്രന്മാർ മാനസാന്തരപ്പെടണം. ഇന്ന് മൂത്തപുത്രന്മാർ മാനസാന്തരപ്പെടണം. ഹാലലൂയ. ചീത്തവരും നല്ലവരും എന്ന് ദൈവസന്നിധിയിൽ എല്ലാവരും ചീത്തയാണ്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ കുറ്റക്കാരായി നിൽക്കുകയാണ്. സകലർക്കും വേണ്ടി പാപരക്തം ഊറ്റി ക്രൂശിൽ നമുക്ക് വേണ്ടി പെടഞ്ഞു മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്ക് പൊട്ടി ഒഴുകിയതായ തങ്കച്ചോര ഈ അവസാന സമയത്ത് ഗുണകരമായി സംസാരിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. നിങ്ങൾ വിശ്വാസത്താൽ അരുമനാഥന്റെ പച്ചച്ചോര വാർന്നൊലിക്കുന്ന ക്രൂശിൻ ചുവട്ടിലേക്ക് വന്നേ മക്കളെ. ഹാലലൂയ. നീതീകരണം ഞാൻ പ്രകടമായി തെറ്റിനൊന്നും പോയിട്ടില്ല, കൊള്ളാവുന്നതിനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല. ഞാൻ കോപിഷ്ഠനാണ്. എൻ്റെ കണ്ണ് അരുതാത്തത് കണ്ടുപോയിട്ടുണ്ട്. എൻ്റെ കൈ സ്വയം ഭോഗത്തിന് വിട്ടുകൊടുത്തു പോയിട്ടുണ്ട്. എൻ്റെ ചങ്കിനകത്ത് പെണ്ണുങ്ങളുടെ പടം വെച്ച് പൂജിച്ചിട്ടുണ്ട്. ഞാൻ വേണ്ടാത്ത വൃത്തികെട്ടതായ മോഹ കാമ വികാരങ്ങൾ മലിനപ്പെട്ടു പോയവനാണ്. എൻ്റെ കണ്ണോ എൻ്റെ കരളോ എൻ്റെ കൈയോ എൻ്റെ കാലോ എൻ്റെതായ ബുദ്ധിയോ ഒന്നും ചോവുള്ളതല്ല. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഞാൻ മറ്റുള്ളവരെ കുറ്റം വിധിച്ചിട്ടുണ്ട്. ഞാൻ കോപിച്ച് ജോലിച്ച് സംസാരിച്ചു പോയിട്ടുണ്ട്. മാതാക്കന്മാരോട് അനുസരണം കേട് കാണിച്ചിട്ടുണ്ട്. ചുങ്കക്കാരനെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തീക്കടുത്തതായ തേജസ്സിന് മുമ്പിൽ കുറ്റക്കാരനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ ഇപ്പോൾ മോചനം ഒഴുകി വരും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഇതൊരു പ്രസംഗയോഗമല്ല, ഇത് കുഞ്ഞാടിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ. ഞാനും പാപിയായിട്ട് വരികയാണ്. നിങ്ങൾ ആരേക്കാൾ പാപിയായിട്ട് ഞാനും വരികയാണ്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തരുന്ന തങ്കച്ചവരയ്ക്ക് കഴുകുവാനും മോചിക്കുവാനും ശുദ്ധീകരിക്കുവാനും സാധ്യമല്ലാത്ത ഒരു പാപമായി ആരും ഇവിടെ വന്നിട്ടില്ല. പാപത്തോട് യാത്ര പറഞ്ഞ് ഒരു പുതിയ അധ്യായം തുടങ്ങാൻ നിങ്ങൾക്ക് മനസ്സാണോ? ഹല്ലേലൂയ. കർത്താവ് കഴുകുവാൻ തുടങ്ങിയാണ്. ആരെയാണ് കഴുകുന്നത്? നീതിമാന്മാരെയല്ല. ആരെയാണ് കഴുകുന്നത്? കൊടും പാപികളെയാണ്. പാപിയാണെന്ന് ബോധ്യമുള്ള ദൈവമക്കളെ ക്രൂശിനെ വിശ്വാസത്തിന് കരകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളൊരു വാക്ക് പറഞ്ഞു, ദൈവമേ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ, എന്റെ മഹാപാപങ്ങൾ മോചിച്ച് തരണമേ, എന്നെ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പറഞ്ഞയക്കണമേ. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നന്ദിയോടെ സ്തോത്രം. ഞാൻ നിങ്ങളുടെ കടച്ചിട്ട് കീറി തരാം. മേലാൽ പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം തുടങ്ങാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ എന്ത് പറയുന്നു മക്കളെ? നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. ആരെല്ലാം ഉള്ളം തൊട്ട് ഹൃദയം തൊട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ചങ്ക് തൊട്ട് പരമനാഥന്റെ രക്തം വാർന്നൊലിക്കുന്നതായ ആ രക്തം നനഞ്ഞതായ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദൈവമേ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. ആരെല്ലാം പറയുന്നുണ്ട്? അങ്ങനെ പറയാൻ ബോധ്യമുള്ളവര്, പാപത്തോട് യാത്ര പറയാൻ തീരുമാനമുള്ളവര്, ഒരു പുതിയ അധ്യായം തുടങ്ങാൻ, സ്വർഗത്തിൽ പോകാൻ കൊതിയുള്ളവര്, ഞാൻ ഈ പറഞ്ഞു തരാം. നിങ്ങൾക്കൊന്ന് ചൊല്ലാമോ? മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. ഒന്നുള്ളം തൊട്ട് പറഞ്ഞ ദൈവമക്കളെ, എന്റെ ദൈവമേ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. എന്റെ പാപക്കറകൾ കഴുകിത്തരണമേ. എന്നെ നീതീകരിച്ച് ശുദ്ധീകരിച്ച് വിശുദ്ധനാക്കി പറഞ്ഞയക്കണമേ. ഇനി ഞാൻ മനസ്സറിഞ്ഞ് ഒരു പാപത്തിലേക്ക് പോവുകയില്ല എന്ന് ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു. യേശുവേ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. നീതീകരണം ഒഴുകി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമോചനം ഒഴുകി വരികയാണ്. മകളെ, മകനെ, നിന്നെ അനേകവിധമായ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ദിവ്യ ശബ്ദം നിന്നെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വ്യക്തമായ തീരുമാനമെടുത്ത് ഒരു പുതിയ അധ്യായം തുടങ്ങുവാൻ തീരുമാനിക്കും ദൈവമക്കൾ മാത്രം ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിലെ തീ ഭൂമിയിൽ കത്തുകയാണ്. കുഞ്ഞാടിൻ രക്തം ഗുണകരമായി സംസാരിക്കുകയാണ്. പാപമോചനം ഒഴുകി വരികയാണ്. ബന്ധനക്കെട്ടുകൾ പൊട്ടുകയാണ്. ശാപം മുറിഞ്ഞു പോവുകയാണ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഭാവി അനുഗ്രഹിക്കപ്പെടുകയാണ്. നിർണായകമായ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട ദൈവമേ, കരുണ നിറഞ്ഞ പൊന്നു കർത്താവേ, ഈ സ്വർഗീയ നിമിഷങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. വാച്യാർത്ഥത്തിൽ ഞങ്ങളുടെ മധ്യത്തിലേക്ക് നീ ഇറങ്ങി വന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ തീരുമാനത്തിന് മേൽ നിന്റെ ശക്തി വ്യാപരിച്ച് തുടർന്ന് ജയാളികളായി നിൽക്കാനുള്ള കൃപ നൽകണമേ. പാവപ്പെട്ട അടിയങ്ങളെയും അനുഗ്രഹിക്കണമേ. സർവശക്തന്റെ നിഴലിന് കീഴിൽ ഞങ്ങളെല്ലാവരെയും ഇനി ഞങ്ങൾ ഒന്നിച്ച് കാണുന്നവരെയും കാത്തു പരിപാലിച്ച് സമാധാനത്തോടെ സ്വർഗത്തിലെത്തുവാൻ കൃപ തന്ന് അനുഗ്രഹിക്കണമെന്ന് യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.